ഇവിടെ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ സംഘടിപ്പിക്കുക, പല വഴികളും ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെടുക എന്നുള്ളത് സുധാകരൻ്റെ ചരിത്രത്തിലുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഈ കേസ് സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കാൻ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടും. അതുപോലെ തന്നെ ഞാനും ഇത് സംബന്ധിച്ചുള്ള നിയമ നടപടികൾ സ്വീകരിക്കും. ഈ കേസ് സംബന്ധിച്ചുള്ള വിധിന്യായം വിശദമായിട്ട് തന്നെ പരിശോധിക്കാൻ ഉദ്ദേശിക്കുകയാണ്. കോടതിയെ തെളിവുകൾ വേണ്ടത്ര ബോധ്യപ്പെടുത്താൻ സാധിക്കാതെ വന്നാൽ ചിലപ്പോൾ കുറ്റവാളികൾ രക്ഷപ്പെട്ടേക്കും. ഒരു കുറ്റവാളിയും രക്ഷപ്പെടാൻ പാടില്ല. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ശക്തമായ അടിത്തറ. അതുകൊണ്ട് സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കണമെന്ന് ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ല, ഇത് ഗവൺമെൻറ് ഞാൻ കൊടുത്ത കേസിൻ്റെ മേലെയാണ്. അപ്പീലായിട്ടാണ്, സെഷൻസ് കോടതി വിധിക്കെതിരായിട്ടാണ് സുധാകരൻ ഹൈക്കോടതിയിൽ പോയത്. അതിൽ ഗവൺമെൻറ് ഭാഗം ഒരു ഗവൺമെൻറ് കേസായിട്ടാണ് അത് പിന്നീട് വരിക. അതിൽ ഞാനാണതിൽ അതിൽ ഞാനാണ് പരാതിക്കാരൻ എന്നുള്ളത് കൊണ്ട് എനിക്കും നിയമപരമായി പരിശോധിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ പോകാൻ സാധിക്കുമെങ്കിൽ സുപ്രീം കോടതിയിൽ പോകാൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ നിയമവശങ്ങളെല്ലാം വിശദമായി ഇനിയുള്ള ദിവസങ്ങളിൽ പരിശോധിച്ച് ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ നിയമപരമായ കാര്യങ്ങൾ പരിശോധിക്കുന്ന അഡ്വക്കറ്റിനെ അധികാരപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ തെളിവ് കോടതിയിൽ എത്തിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെടുകയാണോ ചെയ്തത്? അതിൻ്റെ വിശദമായ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടേ എനിക്ക് പറയാൻ സാധിക്കും. പ്രഥമദൃഷ്ട്യാ പറഞ്ഞിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളാണ്. തെളിവുകൾ ഹാജരാക്കുന്നതിൽ വിജയിച്ചില്ല എന്നുള്ളതാണ്, തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രഥമദൃഷ്ട്യാ കോടതി പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വേണ്ടത്ര തെളിവുകൾ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. ഇനി ആവശ്യമായ എല്ലാ തെളിവുകളും ഹാജരാക്കിക്കൊണ്ട് നിയമ നടപടികൾ സ്വീകരിക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ള കാര്യം തീർച്ചയായും പരിശോധിക്കും. കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഇത് വൈകിപ്പോയി. എന്താണ് 3 കുറേ വർഷങ്ങൾക്ക് ശേഷം 2.5 പതിറ്റാണ്ടിന് ശേഷമാണ് താങ്കൾ ഇങ്ങനെ ആ ഒരു ഹർജിയുമായി പോയത്. അതിൽ വലിയ വൈകലുണ്ടായി എന്നൊരു പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അത് എൻ്റെ ഭാഗത്തുണ്ടായതല്ല, ഞാൻ ഫയൽ ചെയ്ത കേസ്. സുധാകരനാണ് ഈ കേസ് ആന്ധ്ര കോടതിയിലും ആന്ധ്ര ഹൈക്കോടതിയിലും കേരള ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ കൊണ്ടുപോയി ഈ കേസ് നീട്ടിക്കൊണ്ടുപോയത് സുധാകരനാണ്. എനിക്കെത്രയും പെട്ടെന്ന് കുറ്റവാളിയെ ശിക്ഷിക്കണമെന്നല്ലേ എനിക്കുണ്ടാവും. ഞാൻ ഫയൽ ചെയ്തൊരു കേസ് ഞാൻ നീട്ടിക്കൊണ്ടുപോകും. അത് നിങ്ങളുടെ തെറ്റായ ധാരണയാണ്. അതായത് ഓങ്കോട് സെഷൻസ് കോടതിയിൽ 2 പേരെ പ്രത്യേകമായിട്ട് വിചാരണ ചെയ്തു. അതായത് വെടിവെച്ച 2 പേരെ, ആ 2 പേരെ കോടതി ശിക്ഷിച്ചു. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ആ കോടതി പറഞ്ഞില്ല. അതുകൊണ്ടാണ് കുറച്ചു കാലം സുധാകരൻ എന്ന കേസിൽ ഞാനില്ല എന്ന് പറഞ്ഞത്. പക്ഷേ കേസിൽ ഒഴിവാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ കേസിൽ ഇങ്ങനെ തെറ്റിദ്ധാരണ വരത്തക്ക നിലയിലുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് സമഗ്രമായൊരു അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ കോടതിയോട് ആവശ്യപ്പെട്ടു. അത് സംബന്ധിച്ച് ഈ 2 പേരെ പ്രത്യേകമായി വിചാരണ നടത്തി അവരെ ശിക്ഷിച്ചു. ആ കേസിൽ അപ്പോഴും FIR-ൽ വേറെ ആളുകളുണ്ട്, സുധാകരനുണ്ട്. ഈ കേസിൻ്റെ FIR ഇട്ടത് ചെന്നൈ റെയിൽവേ പോലീസാണ്. ഞാൻ അബോധാവസ്ഥയിൽ അവിടെ കിടക്കുകയാണ് ഹോസ്പിറ്റലിൽ. അപ്പോൾ ചെന്നൈ പോലീസാണ് ഇവരെ ചോദ്യം ചെയ്ത് എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തത്. അതിലെന്താ, എനിക്കല്ല, എല്ലാവർക്കും ഈ കേരളത്തിലുള്ള കണ്ണൂരിലുള്ള മുഴുവനാക്കും അറിഞ്ഞുകൂടെ? ആ കേസിൽ തോക്ക് വാങ്ങിക്കൊണ്ട് കൊടുക്കാൻ പോയിട്ടുള്ള ഒരാൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല. എൻ്റെ അടുത്ത് വന്ന് എന്നോട് പൊട്ടിക്കരഞ്ഞ് മാപ്പപേക്ഷിച്ച് പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൽ പോയി 24 മണിക്കൂർ ഒരു ഗ്രേറ്റ് മലബാർ ബീഡിയുടെ ഉടമയുണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ അഴീക്കോട് മണ്ഡലം പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹമാണ് ഒരു തോക്ക് കൊണ്ടുപോയിട്ട് സുധാകരന് കൊടുത്തത്. അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് ക്ഷമ ചോദിച്ച് പൊട്ടിക്കരഞ്ഞ്, നിങ്ങൾ വെടിവെക്കാനാണെങ്കിൽ ഞാൻ ഈ തോക്ക് വാങ്ങിക്കൊണ്ട് പോകില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഇവിടെ മുത്തപ്പൻ്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിച്ച് അവിടെ ഒരു 24 മണിക്കൂർ അവിടെ ഇരുന്ന ആളാണ്. പക്ഷെ പാവം മരിച്ചുപോയി. പിന്നെന്താ, അത് എല്ലാവർക്കും അറിയാം. ഇതൊന്നും ഒരു പുതിയ കാര്യമില്ല.
ഇത് വിക്രംജാലി ശശി ഇവരുടെ ഉപകരണമായിരുന്നു. പേട്ട ദിനേശനും ഇവർ രണ്ടും RSSുമായി ബന്ധമുള്ളവനാണ്. അത് ഇതിലുള്ളൊരു തോക്ക് വാങ്ങി, അതായത് കണ്ണൂരിലുള്ള ഗ്രേറ്റ് മലബാർ BDയുടെ ജയനുണ്ട്, ജയകൃഷ്ണൻ. ആ ജയകൃഷ്ണൻ ആണ് തോക്ക് വാങ്ങിയിട്ട് സലീമിൻ്റെ തോക്ക് വാങ്ങി ഈ എടുത്തിട്ട് അവരൊക്കെ ഒരു ടീമായിരുന്നു, ഒരു വൈകുന്നേരം ഒത്തുചേരുന്നൊരു ടീമായിരുന്നു. അന്ന് തോക്ക് കൊണ്ടുപോയി കൊടുത്തത് എൻ്റെ അടുത്തെന്ന് പറഞ്ഞാലും ഇപ്പോൾ അതൊന്നും ഇപ്പോഴൊരു അദ്ദേഹം ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അതൊന്നും ഒരു പ്രസക്തമായ ഭാഗമായി ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് ഇവിടെ ആർക്കും സംശയമുള്ള കാര്യങ്ങളൊന്നുമല്ല ഇത്. ഇദ്ദേഹത്തിന്റെ മൊഴി കോടതി രേഖപ്പെടുത്തിയിരുന്നു ആ സമയത്ത്. കോടതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് വിചാരണ കോടതി. ജയകൃഷ്ണന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജയകൃഷ്ണൻ തന്നെ പോയി നേരിട്ട് മജിസ്ട്രേറ്റിന് മുമ്പാകെ അതിൻ്റെ ആദ്യം തന്നെ ജയകൃഷ്ണൻ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആന്ധ്ര ഹൈക്കോടതി ശിക്ഷിച്ചു, പിന്നെ ഞാൻ പോകേണ്ട കാര്യമില്ലല്ലോ. ഈ 2 പേർ അതിലുള്ള ബാക്കിയുള്ളവരെ പേരിൽ ഒരു നിലപാടും സെഷൻസ് കോടതി എടുത്തില്ല. അത് കാരണം അന്ന് ആന്ധ്ര ഗവൺമെൻറ്, അന്ന് ഇന്ത്യ ഗവൺമെൻറ് കോൺഗ്രസ് ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് ഈ കേസിൽ ഇടപെട്ടെന്ന് എനിക്കറിയാം. അതിൻ്റെ മേലെ പിന്നെ നടപടികളെല്ലാം അവിടെ അങ്ങനെ ഇവരെ ഒഴിവാക്കിയെന്ന് വെച്ചാൽ ഒഴിവാക്കിയിട്ടില്ല.